Once again, welcome back to KCS Open University. KCS Open യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാസം 15-ാം തീയതി മുതലാണ് നമ്മുടെ അഡ്മിഷൻ ആരംഭിക്കുന്നത് അല്ലേ. അതിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. സോ അതിനുശേഷം ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ളൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചോദ്യം ഇതാണ്: MCOM പഠിക്കുന്നതിന് വേണ്ടിയിട്ട് BCOMോ BBയോ പാസ്സാകണമെന്ന് നിർബന്ധമുണ്ടോ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ മിനിമം എലിജിബിലിറ്റി എന്താണ്, ഏത് കോഴ്സ് പാസ്സായാലാണ് MCOM ചെയ്യാൻ സാധിക്കുക? ഇങ്ങനൊരു സംശയം വരാനുള്ള കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ MCOM ചെയ്യണമെങ്കിൽ BCOMോ BBയോ പാസ്സായാൽ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ തന്നെയാണോ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും എന്നുള്ളതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. ഇങ്ങനത്തെ ഒരു ചോദ്യം വരാനുള്ളൊരു കാരണം, ഇപ്പോൾ BA പാസ്സായിട്ടുള്ള കുട്ടികൾ ഒരുപാട് പേര്, അപ്പോൾ അവർക്ക് ഇനി MA ചെയ്യുന്നതിന് പകരം കാര്യം ഒന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് MCOMിലോട്ട് വരുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടി കൂടുതലാണ്, നിസ്സംശയം പറയാം. MA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പോൾ BA പഠിച്ചൊരു കുട്ടിക്ക്, ഇപ്പോൾ BA ഹിസ്റ്ററിയോ BA എക്കണോമിക്സോ പഠിച്ചൊരു കുട്ടിക്ക് ഇനി MCOM ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ടസിൻ്റെ ഡീറ്റെയിൽസിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയുള്ള മാസ്റ്റർ പ്രോഗ്രാംസ് MCOM ആവട്ടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും അവർ ഓഫർ ചെയ്യുന്നത് അതിന് മിനിമം എലിജിബിലിറ്റി പറഞ്ഞിട്ടുള്ളത് എനി ഡിഗ്രിയാണ്. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ BA എക്കണോമിക്സോ അല്ലെങ്കിൽ BA ഹിസ്റ്ററിയോ പഠിച്ചുള്ളൊരു കുട്ടിക്കും ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MCOM ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും കാലിക്കറ്റിൽ പറ്റില്ല, ഇവിടെ അത് പറ്റുന്നു. അത് അതിൻ്റെ സിലബസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമാണ്, കാലിക്കറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡെപ്തിലാണ്. ഒരുപാട് ടാക്സ് പേപ്പേഴ്സ് ഉണ്ട്, അക്കൗണ്ട്സ് പേപ്പേഴ്സ് ഉണ്ട്, ഫിനാൻസ് പേപ്പേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, QT ഇതൊക്കെ ഉണ്ട്. നേരെ മറിച്ച് നമുക്ക് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിലബസിലോട്ട് വരുന്ന സമയത്ത് ഇത്രത്തോളം പേപ്പേഴ്സ്, പ്രോബ്ലം പേപ്പേഴ്സും മറ്റു കാര്യങ്ങളും ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിക്കാണെങ്കിലും ഒന്ന് പഠിച്ച് ഒന്ന് മാനേജ് ചെയ്ത് പാസ്സാകാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു സിലബസാണ് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ. നമുക്ക് കാലിക്കറ്റിലോട്ട് പോകുമ്പോൾ ഡിസ്റ്റൻസിനും അതുപോലെ തന്നെ റെഗുലറിനും ഒരേ സിലബസാണ്, സ്റ്റാൻഡേർഡ് സിലബസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുമ്പോൾ അത്രത്തോളം ടഫസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഇവിടെ അവർ ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏത് ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിക്കും MCOM ചെയ്യാനുള്ള സാധ്യത ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ BA കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു അക്കൗണ്ടിങ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു റിസ്ക് എടുത്ത് MCOM ചെയ്തൊരു നല്ല നിങ്ങളുടെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും മാറ്റിപ്പിടിച്ചൊരു നല്ല ജോബിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് MCOM. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു സംശയത്തിനുള്ള മറുപടി. സോ ഇനി നിങ്ങളുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഓരോരോ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതിനുള്ള മറുപടി ഞാൻ ഓരോ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BCOM BBA MCOM കോഴ്സസിന്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും സാധിക്കും കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.